ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV-യുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നോമ്പുകാല ചിന്തകളിലൂടെ നാം ഓരോരുത്തരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നോമ്പിൻ്റെ ചൈതന്യത്തോടു കൂടെ തിരുവചനം ഈ ദിവസം ധ്യാനിക്കുവാനായിട്ട്, തിരുവചന ശക്തിയാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നിറയ്ക്കാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഹൃദയത്തെയും സന്ധിബന്ധങ്ങളെയും മജ്ജയും കീറിമുറിക്കുന്നതുമാണ്. ഈ വചനത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടാനായിട്ട് തീക്ഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 21 വാക്യങ്ങൾ 34 മുതൽ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവ് മലയിൽ വിശ്രമിച്ചു. അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നു. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോനാഥൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, സദാ ജാഗരൂകരായിരിക്കുവിൻ. എന്താണ് ജാഗരൂകരായിരിക്കുക എന്ന് പറഞ്ഞാൽ? അനുനിമിഷം സർപ്പങ്ങളെ പോലെ വിവേകമതികളായി, ദൈവവചനത്തിൻ്റെ സാക്ഷികളായി, ദൈവവചനത്തിൻ്റെ സന്ദേശകരായി, ദൈവവചനത്തിൻ്റെ അഭിഷേകത്താൽ ജീവിതത്തിൽ ഓരോ കാൽവെപ്പും നടത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സാധ്യമാകണം. പ്രിയമുള്ളവരെ, ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഓരോ ശ്വാസത്തിലും ആ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ ദൈവകൃപയെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ തിരുവചനത്തിലൂടെ ഈശോ പറയുകയാണ്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. സദാ ജാഗരൂകരായി ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ജീവിതത്തിൽ സാധിക്കണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം പറയുകയാണ്, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, നിങ്ങളുടെ അവിശ്വസ്തത ഞാൻ പരിഹരിക്കാം. വീണ്ടും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 8-ാം വാക്യം പറയുകയാണ്, ആകയാൽ നിങ്ങൾ ചാക്കുടുത്ത് കരയുവിൻ, നിലവിളിക്കുവിൻ, കർത്താവിൻ്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ദൈവം നമുക്ക് വേണ്ടി വഴികൾ ഒരുക്കി തരുമ്പോൾ, ദൈവം നമ്മുടെ മനസ്സാന്തരത്തിന് വേണ്ടി തിരിച്ചു വരവിന് വേണ്ടിയിട്ട് പാത കാണിച്ചു തരുമ്പോൾ, ആ വഴിയിലൂടെ സഞ്ചരിക്കാനായി ജീവിതത്തിൽ ഞാനും നിങ്ങളും വൈമനസ്യം കാണിക്കുന്നവരാണോ? ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരു തിരിച്ചുവരവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. ഈ തിരിച്ചുവരവ് എപ്രകാരത്തിലായിരിക്കണമെന്ന് തിരുവചനത്തിന്റെ പശ്ചാത്തലത്തിൽ
നാം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നാം കണ്ടുമുട്ടുകയാണ് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനം. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് യാവേ നയിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനം. ഈ ജനത്തിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ജനം ദൈവത്തോട് പലപ്പോഴും മറുതലിക്കുന്നുണ്ട്. ദൈവത്തോട് മറുതലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന്റെ കൃപ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ ജനത്തിന്റെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും തകർച്ചകളും മരണങ്ങളും സംഭവിക്കുന്നു. ഇപ്രകാരത്തിൽ അവര് തകർന്നു പോകുമ്പോൾ യാവേ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് രക്ഷാകര പദ്ധതികൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വിഭാവനം ചെയ്യുകയാണ്. അപ്രകാരത്തിൽ ഒരു രക്ഷാകര പദ്ധതി ദൈവം വിഭാവനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ദൈവം മോശയെ മലമുകളിലേക്ക് വിളിച്ചുകൊണ്ട് മോശയുടെ പക്കൽ ദൈവം 2 കൽപ്പലകകളിൽ 10 കൽപ്പനകൾ എഴുതി മോശയുടെ കയ്യിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 31-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ വാക്യം ഇപ്രകാരം നാം വായിക്കുകയാണ്. സീനായി മലയിൽ വെച്ച് മോശയോട് സംസാരിച്ചതിന് ശേഷം ഉടമ്പടിയുടെ 2 പ്രതികൾ തൻ്റെ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പലകകൾ ദൈവം അവന് നൽകി. വളരെ കൃത്യമായിട്ടാണ് ഈ ദൈവം ആ രക്ഷാകര പദ്ധതി വിഭാവനം ചെയ്ത് നൽകിയത്. മോശ ആ കൽപ്പലകകളുമായിട്ട് ആ കൽപ്പനകളുമായിട്ട് ഇറങ്ങി വരുമ്പോൾ മോശ കാണുന്ന എന്താണ്? അവരൊരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ ചുറ്റും നൃത്തം ചെയ്യുന്നതാണ്. ഈ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ ചുറ്റും നൃത്തം ചെയ്യുമ്പോൾ അത് കണ്ട് രോഷാകുലനാകുന്ന ദുഃഖത്തിലാഴുന്ന മോശ എന്താ ചെയ്യുന്നത്? ആ 2 കൽപ്പലകകളും നിലത്ത് തച്ചുടച്ച് കളയുകയാണ്. ഈ തച്ചുടച്ച് കളയുന്നതോടുകൂടെ ഈ രക്ഷാകര പദ്ധതി അവസാനിക്കുന്നില്ല. ദൈവം വീണ്ടും ഉടമ്പടിയുടെ പത്രിക നൽകുകയാണ്. തിരുവചനത്തിലെ പുറപ്പാടിന്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലക ചെത്തിയെടുക്കുക. നീ ഉടച്ചു കളഞ്ഞ കൽപ്പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിൽ എഴുതാം. വചനം വളരെ ശക്തമാ പ്രിയമുള്ളവരെ. മോശയോട് പറയുകയാണ്, നീ 2 കൽപ്പലകൾ ചെത്തിയുണ്ടാക്കുക. നീ ഉടച്ചു കളഞ്ഞ കൽപ്പലകകളിൽ ഉണ്ടായിരുന്ന അതേ വാക്കുകൾ തന്നെ ഞാൻ അതിൽ എഴുതാം. വചനത്തിലൂടെ ദൈവം മോശയോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കണം. പലപ്പോഴും ഇതുപോലെ ദൈവം തന്ന കൽപ്പനകളും കൽപ്പലകകളും ഉടച്ചു കളഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നീങ്ങിയിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ ആളുകൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, അച്ഛാ ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം, ഇനി എനിക്ക് രക്ഷയില്ല, എൻ്റെ ജീവിതം തകർന്നു, ഇനിയൊരു മോചനമില്ല. ചിലർ ഒരല്പം കട്ടിയായിട്ട് പറയാറുണ്ട്, എൻ്റെ ജീവൻ നശിച്ചു വെച്ചാ ഇനി എനിക്കൊരു രക്ഷപ്പെടൽ ഉണ്ടാകില്ല ജീവിതത്തിൽ. ഞാൻ പലപ്പോഴും അപ്രകാരമുള്ള ആളുകളോട് പറയാറുള്ള കാര്യമുണ്ട്, അത് നമ്മുടെ ഒരു മിഥ്യാധാരണയാണ്. നിന്നെ രക്ഷിക്കാനാവാത്ത വിധം നിന്റെ തമ്പുരാന്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്നെ കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ എത്രമാത്രം പാപത്തിലാണെങ്കിലും, നമ്മൾ എത്രമാത്രം തിന്മയിലാണെങ്കിലും, നമ്മൾ എത്രമാത്രം തകർച്ചയിലാണെങ്കിലും നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു ദൈവമുണ്ട്. നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്താനായിട്ട് നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ രോഗമറിയുന്ന, നമ്മുടെ സഹനമറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ആകാശത്തിന്റെ കീഴില് ഭൂമിയുടെ മുകളില് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏകനാമം ആ യേശുനാമം. ആ യേശുനാമത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
നമ്മളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ ധരിക്കാനുണ്ട്. പൗലോസ്ലീഹ പറയുന്ന പോലെ, ഞാനല്ല മറിച്ച് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന ഒരു ദൈവാനുഭവത്തിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് സാധ്യമാവുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. ഈ ഒരു ദൈവാനുഭവത്തിന് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് ദാഹിക്കാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം. ദൈവാനുഭവത്തിന് വേണ്ടിയിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. അത് നമ്മൾ ഉറച്ചു വിശ്വസിച്ചോളാം. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തിരുവചനത്തിൽ നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്ത് നമ്മൾ കേൾക്കുകയാണ്, ഈശോനാഥൻ മലമുകളിലേക്കും വിജന പ്രദേശത്തേക്കും പോയി രാത്രി പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷെ അവൻ അതിരാവിലെ ദേവാലയത്തിൽ ജനത്തെ പഠിപ്പിക്കാനായിട്ട് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ പ്രബോധനം കേൾക്കാനായിട്ട് അതിരാവിലെ തന്നെ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ തമ്പുരാനിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് ഞാനൊന്ന് ഇറങ്ങിത്തിരിക്കാൻ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് അപ്രകാരം ഒരു ഇറങ്ങിത്തിരിക്കലിന്റെ കാലഘട്ടമാണ്. ഇറങ്ങിത്തിരിക്കലിന്റെ കാലഘട്ടം എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ജീവിതത്തിൽ ഒരു പുത്തൻ അഭിഷേകത്താൽ നിറയപ്പെടാനായിട്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു പുത്തൻ കൃപയാൽ നിറയപ്പെടാനായിട്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ രക്ഷാകര പദ്ധതി എനിക്ക് അനുഭവിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കണം. ഈ രക്ഷാകര പദ്ധതി ഞാൻ അന്വേഷിക്കുന്നുണ്ടോ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ ഈ ദൈവത്തെ അന്വേഷിക്കാനായിട്ട്, ദൈവികമായ ചിന്തകളാൽ നിറയപ്പെടാനായിട്ട് ജീവിതത്തെ നമ്മൾ സമർപ്പിക്കുന്നുണ്ടോ? ഈ നോമ്പ് കാലഘട്ടം പ്രിയമുള്ളവരെ ഒരു തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ്. തിരിച്ചുവരവ് എന്തിനു വേണ്ടിയിട്ട്? മുറിവുകൾ ഉണക്കാനായിട്ട്, തകർന്നതിനെ പുനരുദ്ധാരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒടിച്ചു കളഞ്ഞതിനെ ചേർത്ത് വയ്ക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. രോഗങ്ങൾ സുഖപ്പെടുത്താനായിട്ട്, അവരൻ്റെ മനസ്സിൻ്റെ വിഷമതകളെ അകറ്റാനായിട്ട് ജീവിതത്തിൽ എനിക്ക് പറ്റണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ആഴമായിട്ടൊന്ന് പരിശോധിക്കാൻ സാധിക്കണം. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു സൗഖ്യം ഞാൻ അനുഭവിക്കാനും ഒരു സൗഖ്യം അപരന് കൊടുക്കാനും ഒരു മനസ്സ് എനിക്കുണ്ടോ? അതോ ഞാൻ സൗഖ്യം അനുഭവിക്കാൻ തയ്യാറല്ലാതാനും അപരനെ സൗഖ്യപ്പെടുത്താനായിട്ട് എനിക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതിന് എന്തർത്ഥമാണ് ഉള്ളത്? ചിലപ്പോഴൊക്കെ എനിക്ക് മനസ്സിലൊരല്പം വിഷമം തോന്നാറുണ്ട്. ചില വ്യക്തികളൊക്കെ എല്ലാ ദിവസവും മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കും. ദിവ്യബലിയിൽ നിർബന്ധമായിട്ടും ഈ നോമ്പ് കാലഘട്ടത്തിൽ മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കണം. പക്ഷേ ഞാൻ ചില വ്യക്തികളെ കാണുമ്പം ഈ നോമ്പ് കാലഘട്ടത്തിൽ മുടങ്ങാതെ ദിവ്യബലി പങ്കെടുക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്താലും സ്വന്തം സഹോദരനുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട്, സ്വന്തം ജീവിത പങ്കാളിയോട് ഒരല്പം വിട്ടുവീഴ്ച നടത്താനായിട്ട്, സ്വന്തം മക്കളോട് ഒന്ന് ക്ഷമിക്കാനായിട്ട് ജീവിതത്തിൽ തയ്യാറല്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഇവരുടെ നോമ്പ് ആചരണത്തിന് എന്ത് അർത്ഥമാണ് ഉള്ളത്? ഈ നോമ്പാചരണത്തിന് എന്ത് പ്രസക്തിയാണ് ദൈവസന്നിധിയിൽ ഉള്ളത്? പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ടത്. അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ടത്. എന്നോട് മറ്റുള്ളവർ ചെയ്ത ഏതു ദ്രോഹവുമായിക്കോട്ടെ, എന്നോട് മറ്റുള്ളവർ നൽകിയ
ഏത് വെറുപ്പായിക്കോട്ടെ, മറ്റുള്ളവർ എൻ്റെ മേൽ വിതച്ച എന്ത് തിന്മയായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നിരുപാധികം ക്ഷമിക്കാനായിട്ട് ജീവിതത്തിൽ ഞാൻ തയ്യാറാകണം. നിരുപാധികം ക്ഷമിക്കാനായിട്ട്, നിരുപാധികം വിട്ടുകൊടുക്കാനായിട്ട് ജീവിതത്തിൽ ഞാൻ തയ്യാറാകുമ്പോഴല്ലേ ഈ നോമ്പ് ആചരണം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ ലിറ്റർജി കലണ്ടറിലും അല്ലെങ്കിൽ ഭവനത്തിൽ ഉള്ള കലണ്ടറിലുമൊക്കെ വലിയ നോമ്പെന്ന് എഴുതുന്നതിൽ കൂടുതൽ എന്ത് പ്രസക്തിയാണ് ജീവിതത്തിൽ ഉള്ളത്? ഭക്ഷണപാനീയങ്ങൾ മാറ്റിവെക്കാനല്ല, മറിച്ച് ഭക്ഷണപാനീയങ്ങൾ മാറ്റിവെക്കേണ്ടെന്നല്ല, അത് മാറ്റിവെക്കണം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കാനായിട്ട് ജീവിതത്തിൽ പറ്റണം. ഹൃദയ പരിവർത്തനം സംഭവിക്കാനായിട്ട്, ഒരു മാറ്റം എൻ്റെ ഉള്ളിലുണ്ടാകാനായിട്ട് എനിക്ക് ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ മുറിപ്പെടുത്തിയവരെ ഞാനൊന്ന് സൗഖ്യപ്പെടുത്താനായിട്ട് എനിക്ക് ജീവിതത്തിൽ പറ്റണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഞാൻ കഴിഞ്ഞ നോമ്പ് കാലഘട്ടത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു വെച്ചു, അച്ഛാ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ ഒരു തെറ്റ് ഏറ്റുപറയാൻ എനിക്ക് സാധിച്ചു, പക്ഷേ തിരുത്താൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താണ് തെറ്റ്, പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ആ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അച്ഛാ, ഞാനും എൻ്റെ അയൽപക്കക്കാരനും തമ്മിൽ വർഷങ്ങളായി ശത്രുത. പല കോടതികളിൽ ഞാനും അവനും കേസ് നടത്തി. ചിലയിടത്ത് ഞാൻ വിജയിച്ചു, ചിലയിടത്ത് അവൻ വിജയിച്ചു. ഒത്തിരി പൈസ അതിനു വേണ്ടി ചെലവഴിച്ചു. ഞാൻ TV-യിൽ ഒരു വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ആ വചന ഭാഗം, ആ വചന പ്രഘോഷണം എന്നെ സ്വാധീനിച്ചു, സ്ട്രൈക്ക് ചെയ്തു. ആ മനുഷ്യൻ പറഞ്ഞ വാക്കതാ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ആ വചന പ്രഘോഷണത്തിൽ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നി, ഈ വിരോധം വെച്ചുകൊണ്ടിരുന്നിട്ട് ഈ നോമ്പ് ആചരിക്കുന്നതിൽ എന്ത് അർത്ഥമുണ്ട്? ഞാൻ അച്ഛാ പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടുതൽ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് തയ്യാറായി. ഞാൻ ഏതായാലും ശരി അച്ഛാ, എൻ്റെ ശത്രുവിൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നു. ഞാൻ അവിടെ ചെന്നിട്ട് അവനോട് ആദ്യം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ആ വ്യക്തി എന്നോടൊരു വാക്കും പറയാതെ മരവിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, ക്ഷമിക്കാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ദ്രോഹമാണ് ചെയ്തത്. ഒരിക്കലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ദ്രോഹമാണ് ഞാൻ ചെയ്തത്. പക്ഷെ അത് ഏറ്റുപറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാൻ ഏറ്റുപറയാൻ വന്നതാ. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ ഏറ്റുപറഞ്ഞത്? ഞാൻ ആ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളുടെ 2 മക്കളുടെയും വിവാഹം നടക്കാത്തതിൻ്റെ കാരണക്കാരൻ ഞാനാണ്. ആ മനുഷ്യൻ ചോദിച്ചു, എന്താണ് താങ്കൾ അതിന് ചെയ്തത്? ആ മനുഷ്യൻ പറഞ്ഞു, വിവാഹ ആലോചനകൾക്കുമായിട്ടും അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഈ വീട്ടിലേക്ക് വരുമ്പം എനിക്കത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയോ അറിയും. ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഇവിടെ വന്ന് കിടക്കുന്ന വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് അത് ഞാൻ സെർച്ച് ചെയ്ത് അതിൻ്റെ ഓണറെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ ചെല്ലും, അല്ലെങ്കിൽ അവരെ ഫോൺ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിവാഹം ഞാൻ മുടക്കി. അപ്പോൾ ഈ മനുഷ്യനോട് ചോദിച്ച ചോദ്യം, എത്രയെണ്ണം മുടക്കി? അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, 7-8 വിവാഹം ഞാനാ മുടക്കിയത്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, 7-8 എണ്ണമല്ലേ നിങ്ങൾ മുടക്കിയുള്ളൂ, ബാക്കി ആര് മുടക്കിയെന്ന് ഞങ്ങൾക്ക് അറിവില്ല. ഏതായാലും ഈ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അവർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല അച്ഛാ, ഞാനിതെല്ലാം പറഞ്ഞ് ക്ഷമയും ചോദിച്ച് ഞാൻ പോന്നു. പിന്നീട് അച്ഛാ, ആ 2 മക്കളുടെയും വിവാഹം 2-3 മാസത്തിനുള്ളിൽ നടക്കുകയൊക്കെ ചെയ്തു.
ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യത്തിനാണ് വന്നത്. ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി കുർബാനപ്പണം നൽകാനായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ചോദിച്ചു, ആർക്ക് വേണ്ടി? ആ 2 മക്കളുടെയും ജീവിതത്തിന് വേണ്ടിയിട്ട് ബലിയർപ്പിച്ച് ഈ ആശ്രമത്തിൽ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഇതല്ലേ ഒരു യഥാർത്ഥ നോമ്പ് ആചരണം? ഇതല്ലേ ഒരു യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ വഴി? ഇതല്ലേ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനും ശിഷ്യയുമായി തീരാനുള്ള യഥാർത്ഥ ദൈവിക പാത? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു തിരിച്ചുവരവിലേക്ക് വരാനായിട്ട്, ഇതുപോലെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്താൽ നിറയപ്പെടാനായിട്ട്, ഇതുപോലെ ഒരു ദൈവികതയുടെ കൃപയെ സ്വന്തമാക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. നോമ്പെന്ന് പറയുന്നത് വെറുതെ പുറമേ നിന്നുള്ള ഒരു അനുഷ്ഠാനമല്ല, മറിച്ച് എൻ്റെ ഹൃദയം നുറുങ്ങാനും, എൻ്റെ ഹൃദയം ചിന്താനും, എൻ്റെ ഹൃദയവും ജീവിതവും ചുറ്റുപാടും വിശുദ്ധിയാൽ നിറയ്ക്കാനും എനിക്ക് സാധ്യമാകണം. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമുക്കും പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നിധിയോട് ഈ നിമിഷം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. വലിയ നോമ്പിൻ്റെ ഇന്നേ ദിനത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ആഴമായിട്ട് വിശുദ്ധീകരിക്കുവാനായിട്ട്, ദൈവകൃപയാൽ ദൈവാനുഗ്രഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് ഒരു ദൈവിക ചൈതന്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ ഈ നോമ്പ് കാലഘട്ടം ഒരു ജീവിത വിശുദ്ധീകരണത്തിൻ്റെ വഴിയിലൂടെ നീങ്ങി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ദൈവാനുഭവം കടന്നു വരുന്ന വഴികളിലെ തടസ്സങ്ങൾ മാറ്റി ദൈവ പരിപാലനയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.